മനുഷ്യർക്കിടയിൽ എന്നും ഏറ്റവും നിഗൂഢമായി തുടരുന്ന ഒന്നാണ് പ്രേതം, ആത്മാവ് തുടങ്ങിയവ. ഇതിന്റെയൊക്കെ സത്യാവസ്ഥ എന്താണെന്നതിനെ പറ്റി ഇന്നും കൃത്യമായ യാതൊരുവിധ ഉത്തരങ്ങളുമില്ല. പാരനോർമൽ ആക്ടിവിറ്റികൾക്ക് കുപ്രസിദ്ധി നേടിയ ഇന്ത്യയിലെ ചില നിഗൂഢമായ ഭയപ്പെടുത്തുന്ന സ്ഥലങ്ങളെ പറ്റിയാണ് നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത്. സൗത്ത് പാർക്ക് സെമിത്തേരി. കൊൽക്കത്തയിൽ സ്ഥിതി ചെയ്യുന്ന ഈ സെമിത്തേരിയിൽ രാത്രികാലങ്ങളിൽ പുറത്തു വരുന്ന ശബ്ദങ്ങളും അതോടൊപ്പം വരുന്ന നിഴലുകളുമാണ് ഈ സ്ഥലത്തെ പേടിപ്പെടുത്തുന്ന സ്ഥലമാക്കി മാറ്റുന്നത്. 1767 നിർമ്മിച്ച ഈ സെമിത്തേരിയിൽ നിന്ന് രാത്രികാലങ്ങളിൽ വെള്ള സാരിയുടുത്ത രൂപങ്ങളെ കാണാൻ സാധിക്കുമത്രേ. കൂടാതെ തന്നെ ഇവിടെ സന്ദർശിക്കുന്ന ആളുകളൊക്കെയും പെട്ടെന്ന് തന്നെ രോഗബാധിതരാകുമെന്നും പറയപ്പെടുന്നു. ബാങ്കർ ഫോർട്ട്. ഏഷ്യയിലെ തന്നെ ഏറ്റവും ഭയപ്പെടുത്തുന്ന സ്ഥലങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ബാങ്കർ ഫോർട്ടും. രാജസ്ഥാനിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു കോട്ടയിലേക്കുള്ള രാത്രികാല സന്ദർശനം പുരാവസ്തു വകുപ്പ് പോലും വിലക്കിയിട്ടുള്ളതാണ്. രാത്രികാലങ്ങളിൽ ഇവിടെ എത്തിയാൽ സഞ്ചാരികൾക്ക് വിശദീകരിക്കാനാവാത്ത എന്തൊക്കെയോ ബുദ്ധിമുട്ടുകളും അസ്വസ്ഥതകളും അനുഭവപ്പെടുമത്രേ. രാജസ്ഥാനിലെ അൽവാറയിലാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. കുൽധാര. രാജസ്ഥാനിലെ വിജനമായ ഒരു ഗ്രാമമാണ് കുൽധാര. ഒരു കാലത്ത് പലിവാൾ ബ്രാഹ്മണരെ പാർപ്പിച്ചിരുന്ന സ്ഥലമായിരുന്നു അത്രേ ഇത്. ഒരു രാത്രിയിൽ അജ്ഞാതമായ ചില കാരണങ്ങളാൽ വീടുപേക്ഷിച്ച് എല്ലാ ബ്രാഹ്മണരും ഇവിടുന്ന് ഓടിപ്പോയി അത്രേ. പിന്നീട് അവരാരും തന്നെ മടങ്ങി വന്നിട്ടില്ല എന്നാണ് ഐതിഹ്യം. ഈ കഥയിലെ ഏറ്റവും കൗതുകമായിട്ടുള്ളത് എന്താണെന്നറിയുമോ? ഇവിടെ നിന്ന് അവർ ഓടിപ്പോകുന്നത് മറ്റാരും തന്നെ കണ്ടിട്ടില്ല. എന്നാൽ ഇവിടെ ആത്മാക്കളുടെ ശല്യമുണ്ടെന്നും അതുമൂലമാണ് ബ്രാഹ്മണർ ഓടിപ്പോകാൻ കാരണമെന്നും റിപ്പോർട്ടുകളിൽ വ്യക്തമാണ്. ഇവിടം സൂര്യാസ്തമയത്തിന് ശേഷം യാത്രക്കാർക്ക് സന്ദർശന അനുമതിയില്ല. കുൽധാര ശപിക്കപ്പെട്ടതാണെന്ന് ഇവിടുത്തെ പ്രദേശവാസികൾ വിശ്വസിക്കുന്നു. ശനിവർവാഡ കോട്ട. പൗർണമി നാളിലെ വിലാപം എന്നാണ് മഹാരാഷ്ട്രയിലെ ശനിവർവാഡ കോട്ടയെ അറിയപ്പെടുന്നത്. എല്ലാ പൗർണമി നാളുകളിലും എന്നെ രക്ഷിക്കൂ എന്ന വിലാപം ഈ കോട്ടയിൽ നിന്ന് കേൾക്കാറുണ്ടത്രേ. ചെറുപ്രായത്തിൽ തന്നെ രാജ്യ ഭരണാധികാരം ഏറ്റെടുക്കേണ്ടി വന്ന നാരായൺ റാവു എന്ന ഭരണാധികാരിയെ അടുത്ത ബന്ധുക്കൾ ചേർന്ന് അധികാരത്തിനായി അദ്ദേഹത്തെ കൊല്ലുവാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം നിലവിളിച്ചുകൊണ്ട് ഓടിയത്രേ. അദ്ദേഹത്തിന്റെ സ്വരമാണ് ഇന്നും എല്ലാ പൗർണമി നാളുകളിലും അവിടെ മുഴങ്ങി കേൾക്കുന്നു എന്ന് പറയപ്പെടുന്നു അത്രേ. സഞ്ജയ് വനം. ഡൽഹിയിലെ പച്ചപ്പ് നിറഞ്ഞ ഈ ഒരു വനത്തിൽ രാത്രികാലങ്ങളിൽ ആരും തന്നെ പോകാറില്ല. ധാരാളം പഴയകാല സൂഫി വൈദ്യന്മാരുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന ഇവിടം രാത്രികാലങ്ങളിൽ വെള്ള സാരി ഉടുത്ത ഒരു സ്ത്രീയെ പലരും തന്നെ കണ്ടിട്ടുണ്ടത്രേ. ഉച്ചത്തിലുള്ള സംസാരവും നിലവിളിയും നിറഞ്ഞ ഈ ഒരു സ്ഥലത്ത് രാത്രിയിൽ സന്ദർശിച്ചാൽ ആരൊക്കെയോ പിന്തുടരുന്നത് പോലെയും ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നത് പോലെയും തോന്നുമെന്നും പലരും തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. നോഹിൽ ഡാർജിലിംഗ്. ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ പാരാനോർമൽ ആക്ടിവിറ്റികൾ നടക്കുന്നതായി പറയപ്പെടുന്ന വളരെയധികം ഭീതിപ്പെടുന്നതായിട്ടുള്ള ഒരു സ്കൂളാണ് ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഡാർജിലിംഗിലെ ഈ ഗേൾസ് ബോർഡിംഗ് സ്കൂൾ. വളരെ മനോഹരമായ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ഒരു സ്കൂൾ ഇന്ത്യയിലെ തന്നെ മോസ്റ്റ് ഹോണ്ടഡ് പ്ലേസുകളുടെ ലിസ്റ്റിൽ ഒന്നാമതാണ്. സ്കൂളിന്റെ സമീപമുള്ള കാടുകളിൽ തലയില്ലാത്ത ഒരു ആൺകുട്ടിയുടെ രൂപം പ്രത്യക്ഷമാവുകയും പെട്ടെന്ന് തന്നെ അത് അപ്രത്യക്ഷമാവുകയും ചെയ്യുമത്രേ. ഡിസൂസ ചൗൾ മഹിം, മുംബൈ. പണ്ടൊരിക്കൽ ഇവിടുത്തെ ഒരു കിണറിൽ ഒരു സ്ത്രീ വീഴുകയും ആരും രക്ഷിക്കാനെത്താത്തതിനാൽ അവർ ആ കിണറിൽ കിടന്ന് മരിക്കുകയും ചെയ്തത്രേ. പിന്നീട് ആളുകൾ പലപ്പോഴും ആ കിണറിന്റെ സമീപത്ത് ഒരു സ്ത്രീയെ കാണുകയും അവർ കരയുന്നത് കേൾക്കുകയും ചെയ്തിട്ടുണ്ടത്രേ. മുംബൈയിലെ ഏറ്റവും ഭയപ്പെടുത്തുന്ന ഹൗണ്ടഡ് പ്ലേസുകളിൽ ഒന്നാണിത്. നാഷണൽ ലൈബ്രറി, കൊൽക്കത്ത. പുസ്തകങ്ങൾക്ക് പേര് കേട്ട കൊൽക്കത്തയിലെ നാഷണൽ ലൈബ്രറി പ്രേതഭൂത കഥകൾക്കും പ്രശസ്തമാണ്. ഒരിക്കൽ ഈ ലൈബ്രറിയുടെ നവീകരണ സമയത്ത് 12ഓളം ആളുകൾക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ടായിരുന്നു. കൂടാതെ തന്നെ പുസ്തകം തിരയുന്നതിനിടയിൽ ഒരു കുട്ടി ഇവിടെ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. ഇവിടെ രാത്രികാലങ്ങളിൽ ജോലിയെടുക്കുവാനായി സെക്യൂരിറ്റികൾക്ക് പോലും ഭയമാണെന്നാണ് പറയപ്പെടുന്നത് അത്രേ. ഗ്രാൻഡ് പാരഡി ടവർ. 20ഓളം ആത്മഹത്യകളും ആക്സിഡന്റുകളും നടന്ന് പാരാനോർമൽ ആക്ടിവിറ്റികൾക്ക് കുപ്രസിദ്ധി നേടിയ സ്ഥലമാണ് മുംബൈയിലുള്ള ഈ ഗ്രാൻഡ് പാരഡി ടവർ. മക്കളുടെ ഉത്തരവാദിത്തമില്ലാത്ത സമീപനം മൂലം ദമ്പതികളായ വസുധിയ ദലാലും ഭാര്യ താര ദലാലും ഇവിടെ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ഈ കേസിന്റെ വിധി ദിവസം അവരുടെ ഭാര്യയും മകനും കുഞ്ഞിനൊപ്പം ചാടി ആത്മഹത്യ ചെയ്തു അത്രേ. അതിനുശേഷവും 20ഓളം ആത്മഹത്യയും മറ്റും ഇവിടെ നടന്നിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഗ്രാൻഡ് പാരഡി ടവറിലെ 8ാം നിലയാണ് ഏറ്റവും ഭയപ്പെടുത്തുന്ന സ്ഥലം. അതിനാൽ തന്നെ ഇവിടെ പല അമാനുഷികതകളും ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. റാണ കുംഭ പാലസ്.
ചിത്തോർഗാറിലെ റാണാകുംഭ പാലസിൽ പ്രേതശല്യമുണ്ടെന്നാണ് കേട്ടുകേൾവി. ഡൽഹി സുൽത്താൻ അലാവുദ്ദീൻ ഖിൽജി കൊട്ടാരം ആക്രമിച്ച സമയത്ത് മഹാറാണി പത്മിനി 700ഓളം അനുയായികൾക്കൊപ്പം സ്വയം ജീവൻ ബലിയർപ്പിച്ചത്രേ. അന്ന് മുതൽ ഈ കൊട്ടാരം സന്ദർശിക്കുന്നവർ ഈ രാജ്യം സംരക്ഷിക്കണമെന്ന് പറഞ്ഞ് കരയുന്ന സ്ത്രീ ശബ്ദം കേൾക്കാറുണ്ടത്രേ. 2015 ഈ കഥയുടെ സത്യാവസ്ഥ പരിശോധിക്കാൻ ഒരു കൂട്ടം സുഹൃത്തുക്കൾ ഈ സ്ഥലം സന്ദർശിക്കുകയുണ്ടായി. അവർ അവിടെ അപ്പോൾ ഒരു സ്ത്രീയുടെ നിലവിളി കേൾക്കുകയും തിരിഞ്ഞു നോക്കിയപ്പോൾ രാജവേഷത്തിൽ കത്തി അമരുന്ന ഒരു സ്ത്രീയെ കണ്ടുവെന്നും പറയുന്നു അത്രേ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്തെ പറ്റി വിശദീകരിച്ച്, അതായത് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്ന, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.